പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ പ്രഭാതത്തിൽ അങ്ങയുടെ തിരുമുമ്പിൽ കടന്നു വരുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങയെ സ്തുതിച്ച് ആരാധിച്ച് മാത്രപ്രതി അങ്ങേക്ക് നന്ദി പറയും. പ്രത്യാശയോടുകൂടി ജീവിതം നയിക്കുവാൻ, പ്രത്യാശ ഒരിക്കലും നിരാശപ്പെടുത്താതിരിക്കുവാൻ, ആത്മാവിൻ്റെ നിറവാണ് പ്രത്യാശയെന്ന് മനസ്സിലാക്കുവാൻ വചനത്തിലൂടെ ഞങ്ങളെ ആഹ്വാനം ചെയ്യുന്ന കാരുണ്യവാനായ കർത്താവേ, നിൻ്റെ കരുണയും നിൻ്റെ സ്നേഹവും ഓരോ നിമിഷം അനുഭവിച്ചറിയുവാൻ ഞങ്ങൾക്ക് തന്ന കൃപയോർത്തുകൊണ്ട് നന്ദി പറയും. സാബത്ത് പരിശുദ്ധമാണ്, പരിശുദ്ധമായി ആചരിക്കുവാനായിട്ട് കടപ്പെട്ടിരിക്കുന്നു. സാബത്ത് ദിവസം നെൽക്കതിരുകൾ ഗോതമ്പൂണികൾ പറിച്ചു തിന്നുന്ന ശിഷ്യന്മാരെ വിമർശിക്കുന്ന പരിസയരോട് കർത്താവെ, നീ പറഞ്ഞു സാബത്ത് നല്ലതാണ്, എന്നാൽ സാബത്തിന് വേണ്ടി ഉള്ളത് മാത്രമല്ല നമ്മുടെ ജീവിതമെന്ന് അറിയണമെന്ന്. നന്മ ചെയ്യുവാനായിട്ട് സാധിക്കണം. ആ നന്മ ചെയ്യുന്നതിനും അതിൽ വിട്ടുവീഴ്ച വരാതിരിക്കുവാനും നന്മ സംസാരിക്കുവാനും കഴിയുമ്പോഴാണ് സാബത്ത് സാബത്തായി മാറുന്നത്. അതുകൊണ്ട് സാബത്ത് അതിവിശുദ്ധമാണെങ്കിലും നന്മയും കരുണയുമാണ് ഏറ്റവും വലുതെന്ന് ഓർക്കണമെന്ന് ഞങ്ങളെ ഓരോരുത്തരെയും പഠിപ്പിച്ച കാരുണ്യവാനായ കർത്താവേ, ഇന്നേ ദിവസത്തെ സമ്പൂർണ്ണമായിട്ട് നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നിൻ്റെ സ്നേഹവും നിൻ്റെ ചൈതന്യവും കരുതലും ഓരോ നിമിഷം അനുഭവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും ഞങ്ങൾ ഓരോരുത്തരും പരിശുദ്ധമായി ബലിയിൽ പങ്കുചേരുന്നത് പോലെ തന്നെ മറ്റുള്ളവരോട് ശുശ്രൂഷയിലും കാരുണ്യത്തോടെ വർത്തിക്കുവാനും നന്മ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാനും ആവശ്യമായ കൃപകൾ നൽകി അനുഗ്രഹിക്കണം. നിൻ്റെ സ്നേഹവും കരുതലും എപ്പോഴും നിലനിർത്തിക്കൊണ്ട് ജീവിക്കാനാവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ വഴി നടത്തണമേ. ഇന്നിതാ ഈ പ്രഭാതത്തിൽ നീ തന്ന ഈ ദിവസത്തെ ഓർത്ത് അങ്ങേ ആരാധിച്ച് മാത്രപ്രതി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങേ സ്തുതിക്കുന്നു. നിൻ്റെ കരുണയും സ്നേഹവും ഓരോ നിമിഷം അനുഭവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോ ആരാധന.